നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരാതി നൽകിയിട്ടും നടപടിയില്ല. വലപ്പാട് പഞ്ചായത്തിലെ മണ്ണിട്ട് മൂടിയ തോട് നേരിട്ടെത്തി JCB ഉപയോഗിച്ച് തുറന്ന നാട്ടിക ഗ്രാമപഞ്ചായത്ത്. തൃശൂരിൽ നടക്കുന്ന കവർച്ച. ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച് 45 പവൻ സ്വർണം കവർന്നു. വയോജനങ്ങളുടെ ആഗ്രഹം പൂവണിഞ്ഞു. രാമവർമ്മപുരം വൃദ്ധസദനത്തിലേക്ക് കളക്ടറുടെ വക സ്മാർട്ട് TV. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ കൂട്ടുതിരുനാളിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. പരാതി നൽകിയിട്ടും നടപടിയില്ല. വലപ്പാട് പഞ്ചായത്തിലെ മണ്ണിട്ട് മൂടിയ തോട് നേരിട്ടെത്തി JCB ഉപയോഗിച്ച് തുറന്ന നാട്ടിക ഗ്രാമപഞ്ചായത്ത്. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിലുണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരമായി. വലപ്പാട് പഞ്ചായത്തിലെ മണ്ണിട്ട് മൂടിയ തോട് നാട്ടിക ഗ്രാമപഞ്ചായത്ത് അധികൃതർ JCB ഉപയോഗിച്ച് തുറന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ഈ തോട് തുറക്കണമെന്നാവശ്യപ്പെട്ട് വലപ്പാട് പഞ്ചായത്തിന് കത്ത് നൽകുകയും നേരിട്ട് കളക്ടറേറ്റിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനുവിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. വലപ്പാട് പഞ്ചായത്തിലെ അതിർത്തിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ അനുവാദത്തോടെയാണ് JCB ഉപയോഗിച്ച് തോട് വൃത്തിയാക്കി ഒഴുക്ക് സുഗമമാക്കിയത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ്, 9ാം വാർഡ് മെമ്പർ അംബിക ടീച്ചർ, 10ാം വാർഡ് മെമ്പർ പവിത്രൻ, പഞ്ചായത്ത് AE എന്നിവരും മറ്റു ഉദ്യോഗസ്ഥരും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തൃശൂരിൽ നടക്കുന്ന കവർച്ച. ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച് 45 പവൻ സ്വർണം കവർന്നു. തൃശൂർ ഒല്ലൂക്കരയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച ശേഷം 45 പവൻ സ്വർണം കവർന്നു. ഒല്ലൂക്കര ചെറുവാറ വീട്ടിൽ 72 വയസ്സുള്ള സോമശേഖരൻ എന്നയാളുടെ വീട്ടിലാണ് അതിക്രമം നടന്നത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ഹിന്ദി സംസാരിക്കുന്ന 3-അംഗ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് പ്രാഥമിക നിഗമനം. വീടിന്റെ പിൻവശത്തെ ഗ്രില്ല് കുത്തി തുറന്നാണ് അക്രമി സംഘം അകത്തു കടന്നത്. ഈ സമയം വീട്ടിൽ സോമശേഖരൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കിടപ്പുമുറിയിൽ വെച്ച് ഇദ്ദേഹത്തെ കെട്ടിയിടുകയും മർദ്ദിക്കുകയും ചെയ്ത സംഘം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 45 പവൻ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നു കളയുകയായിരുന്നു. പ്രതികൾ രക്ഷപ്പെട്ടതിന് പിന്നാലെ കെട്ടയച്ച് പുറത്തെത്തിയ സോമശേഖരൻ വിവരം നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. വിവരം പറഞ്ഞ് മണുത്തി SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഹിന്ദി സംസാരിക്കുന്നവരെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വയോജനങ്ങളുടെ ആഗ്രഹം പൂവണിഞ്ഞു. രാമവർമ്മപുരം വൃദ്ധസദനത്തിലേക്ക് കളക്ടറുടെ വക സ്മാർട്ട് TV. ഒരു TV വേണമെന്ന രാമവർമ്മപുരം സർക്കാർ വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ ദീർഘനാളത്തെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വൃദ്ധസദനം സന്ദർശിച്ച കളക്ടറോട് തങ്ങളുടെ ആഗ്രഹം അന്തേവാസികൾ അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിലുണ്ടായിരുന്നതിനാൽ അന്ന് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ചട്ടങ്ങൾ മാറിയതോടെ കളക്ടർ തന്റെ വാക്ക് പാലിക്കുകയായിരുന്നു. സ്പീക്കർ അടക്കമുള്ള സംവിധാനത്തോടു കൂടിയ സ്മാർട്ട് TV ആണ് കളക്ടർ രാമവർമ്മപുരത്തെ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും എത്തിച്ചു നൽകിയത്. വൃദ്ധസദനത്തിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ TV കൈമാറി. വൃദ്ധസദനം സൂപ്രണ്ട് ജയകുമാർ, ഓക്സിജൻ തൃശൂർ ബ്രാഞ്ച് മാനേജർ രാജേഷ് എന്നിവരും പങ്കെടുത്തു. തൃശൂർ ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പാണ് വയോജനങ്ങൾക്കായുള്ള TV സ്പോൺസർ ചെയ്തത്. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ കൂട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ഡിൻഡോ തെക്കിനിയത്ത് കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ, കൈക്കാരന്മാരായ ജോൺസൺ പുലിക്കോട്ടിൽ, അന്റോണിയോ പുലിക്കോട്ടിൽ, ജനറൽ കൺവീനർ ജോഷി ചിറ്റിലപ്പള്ളി, ജോൺ കൺവീനർ റാഫേൽ കുണ്ടൂക്കുളം എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 14-നാണ് കൂട്ടുതിരുനാൾ. ജൂൺ 13-ന് വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപം എഴുന്നള്ളിപ്പ്, തുടർന്ന് കുർബാന, ലദ്ദീൻ, നൊവേന എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 2-ന് നേർച്ചരി വിതരണം. തിരുനാൾ ദിനമായ 14-ന് ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ചെറിയാൻ മാളിയേക്കൽ CMI കാർമ്മികനാകും.
തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, ഊട്ടുനേർച്ച, വെഞ്ചരിപ്പ് എന്നിവയും നടക്കും. 17 രാവിലെ 6:30 മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവ്യബലി, ഒപ്പീസ് എന്നിവയും ഉണ്ടായിരിക്കും. കേരള മുസ്ലിം ജമാഅത്ത് കൈപ്പമംഗലം സോണിന്റെ ആഭിമുഖ്യത്തിൽ സമസ്ത സെന്റിനറി പ്രമേയ സമ്മേളനം നടത്തി. 3 പീടികയിൽ നടന്ന സമ്മേളനം സയ്യിദ് സൈനുദ്ദീൻ സഖാവി അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. PM മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. SYS പ്രവർത്തക സമിതി അംഗം സിറാജുദ്ദീൻ സഖാവി ആമുഖ പ്രഭാഷണം നടത്തി. SYS പ്രവർത്തക സമിതി അംഗം CK റാഷിദ് ബുഖാരി സമസ്തയുടെ 100 പ്രകാശവർഷങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി മുഖ്യപ്രഭാഷണം നടത്തി. SYS സോൺ പ്രസിഡന്റ് ഷിഹാബ് എടത്തിരുത്തി, SYS ഡിവിഷൻ പ്രസിഡന്റ് ഇസ്മായിൽ അഷ്റഫി, സുന്നി റേഞ്ച് സെക്രട്ടറി ജാബിർ സഖാവി, സോൺ നേതാക്കളായ മുഫ്തിക്കർ അഹമ്മദ്, UB മുഹമ്മദ് അലി, CM മുഹമ്മദ് അലി, നൌഫൽ എടത്തിരുത്തി, മിഥിലാജ് മതിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യക്തികളെ കാണുന്നു, പണ്ഡിതന്മാരെ സമീപിക്കുന്നു, നേതാക്കളോട് ആ അർത്ഥത്തിൽ ആദരവ് കാണിക്കുന്നു. ഇതായിരുന്നു 920 വരെയുള്ള കേരളീയ പരിതസ്ഥിതി എന്ന് പറയുന്നത്. എന്നാൽ 920 ശേഷം അതിൽ നിന്ന് വ്യത്യസ്തമായ ചില ആശയങ്ങൾ ചില കക്ഷികൾ പറഞ്ഞു തുടങ്ങി. ആ കക്ഷികൾ ആര് എന്ന് ചോദിച്ചാൽ ബിദ്അത്തിന്റെ കക്ഷികളാണത്, സലഫിസത്തിന്റെ വക്താക്കളാണവർ. ആദ്യമായി വഹാബിസം, വൈദേശിക രാജ്യത്തുണ്ടായിരുന്ന വിധ്വംസക പ്രവർത്തനത്തിന്റെ വക്താക്കളായിരുന്ന ആളുകൾ. ചേർപ്പിൽ വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയ ഭർത്താവും സഹായിയും അറസ്റ്റിൽ. വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യയെ ആക്രമിക്കാൻ ഭർത്താവിന്റെ നിർദ്ദേശത്തെ തുടർന്നെത്തിയ ആക്രമിയും ആക്രമണത്തിന് നിർദ്ദേശം നൽകിയ ഭർത്താവും പോലീസിന്റെ പിടിയിലായി. ചേർപ്പ് തണ്ടാശ്ശേരി ഷിബു ജോർജ്, ആക്രമിക്കാൻ വടിവാളുമായി എത്തിയ അത്താണി ഓർഫനേജിലെ അന്തേവാസി സത്യം എന്നിവരാണ് അറസ്റ്റിലായത്. ചേർപ്പ് KSEB ഓഫീസിന് സമീപം സംശയകരമായ സാഹചര്യത്തിൽ യുവാവിനെ കണ്ട പ്രദേശവാസി പോലീസിന് വിവരമറിയിച്ചതിനെ തുടർന്ന് സത്യനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഷിബുവിന്റെ നിർദ്ദേശപ്രകാരം ഭാര്യയെ ആക്രമിക്കുവാൻ താൻ എത്തിയതെന്ന് വെളിവെടുപ്പ് നടത്തിയത്. ഇയാളുടെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ വടിവാളും കണ്ടെത്തി. തുടർന്ന് ഷിബുവിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഭാര്യ സോണിയയുടെ പരാതി സ്റ്റേഷനിൽ ഷിബുവിനെതിരെ കേസ് നിലവിലുണ്ട്. ഇതിന്റെ വൈരാഗ്യത്തെ തുടർന്നാണ് ഭാര്യയെ ആക്രമിക്കാൻ സത്യത്തെ ആയുധമാക്കി വിട്ടതെന്ന് പോലീസ് പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് അത്താണിയിലെ ഓർഫനേജിൽ നിന്ന് ചേർപ്പ് പള്ളിക്ക് സമീപമുള്ള തന്റെ വീട്ടിലെത്തിയ ഷിബുവിനെയും കൂടെയുണ്ടായിരുന്നവരെയും ആക്രമണ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് വീട്ടിൽ കഴിയുന്ന ഭാര്യ ഇവർക്ക് നേരെ മുളക് സ്പ്രേ ഉപയോഗിച്ച് പുറത്താക്കിയിരുന്നു. തളിക്കുളം അന്തിക്കാട് ചാഴൂർ കുടിവെള്ള പദ്ധതി പുരോഗതി വിലയിരുത്താൻ അടിയന്തര അവലോകന യോഗം ചേർന്നു. നാട്ടി നിയോജക മണ്ഡലത്തിലെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുക തളിക്കുളം അന്തിക്കാട് ചാഴൂർ സംയുക്ത കുടിവെള്ള പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി അടിയന്തര അവലോകന യോഗം ചേർന്നു. നാട്ടിക MLA ഗീതാ ഗോപിയുടെ അധ്യക്ഷതയിൽ ചാഴൂർ പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു യോഗം സംഘടിപ്പിച്ചത്. പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുന്ന ഈ പദ്ധതിയുടെ നിലവിലെ അവസ്ഥയിൽ തുടർ നടപടികളും യോഗം വിശദമായി ചർച്ച ചെയ്തു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ക്രമീകരണങ്ങളും അറിയിപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLA നിർദ്ദേശം നൽകി. കേരള വാട്ടർ അതോറിറ്റി PH ഡിവിഷൻ ഇരിഞ്ഞാലക്കുട, പ്രൊജക്ട് ഡിവിഷൻ നാട്ടിക, പൊതുമരാമത്ത് എന്നിവയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മൈനർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കമാൻഡോ മുഖത്ത് പുതുതായി പണിയുന്ന ഷട്ടറും അതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൂടി സ്ഥലം സന്ദർശിച്ചു. വളരെ ഫലപ്രദമായിട്ടുള്ളൊരു യോഗം ഗീതാ ഗോപി MLA വിളിച്ചു ചേർത്ത് ആ യോഗത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ചർച്ചകൾ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു വലിയ സംഘമാണ് ഇന്ന് ഇവിടെ സന്ദർശനം നടത്തുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഒരു 2 ആഴ്ചയ്ക്കകം പൂർണ്ണ തോതിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനായിട്ട് കഴിയും. പുതിയ ആധുനികമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കുവച്ചിട്ടുള്ളത്. നേരിട്ട് സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിനും പ്രദേശത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ബഹുമാന്യയായ നാട്ടിക MLA ഗീതാ ഗോപിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വലിയ സംഘം ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്താത്ത വിധത്തിൽ ചണ്ടിയും കുളവാഴകളും നീക്കി വെള്ളത്തിന് കടന്നു പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള ക്രമീകരണം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നാട്ടിക MLAയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. മലയാള സിനിമയുടെ നിർവചിനി സലീം കുമാറിന് കലാകേരളത്തിന്റെ യാത്രാമൊഴി.
ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന സലീം കുമാറിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ നിരവധി ആളുകളാണ് എത്തിയത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടിൽ നടന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താ നേരം തുടരുന്നു. ചന്ദ്രാപിനിയിൽ വ്യാപാരിയുടെ 2.5 പൗണ്ട് മാല കവർന്ന കേസിൽ 2 പ്രതികളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിയമ്പലം സ്വദേശി മൂന്നാക്കപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് അസ്ലം, ഗുരുകുഴി സ്വദേശി വൈപ്പിൻപാടത്ത് വീട്ടിൽ അഖിൽ നാസ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രി കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന ചന്ദ്രാപിനി സ്വദേശി മനോഹരന്റെ സ്വർണ്ണമാലയാണ് പ്രതികൾ കവർന്നത്. ചേറ്റുവ ഫീനിക്സ് ഹോസ്പിറ്റലിൽ ഗർഭസ്ഥ ശിശു മരിച്ചത് ചികിത്സാ പിഴവെന്നാരോപിച്ച് ബന്ധുക്കൾ വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകി. കൊന്നിയൂർ പഞ്ചായത്ത് എടക്കഴിയൂർ തെക്കേ മദ്രസ സ്വദേശി കല്ലുവളപ്പിൽ അഷ്റഫ്, സുൽഫത്ത് ദമ്പതികളുടെ കുഞ്ഞ് മരിച്ച സംഭവത്തിലാണ് പരാതി നൽകിയിട്ടുള്ളത്. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് പ്രസവത്തിനായി ഹോസ്പിറ്റൽ പ്രവേശിപ്പിച്ചെങ്കിലും ഡോക്ടർമാർ 14 മണിക്കൂറോളം വൈകിയാണ് പരിശോധനയ്ക്ക് എത്തിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെ പ്രസവം നടന്നെങ്കിലും ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു. തുടർന്ന് ബന്ധുക്കൾ ഹോസ്പിറ്റലിനെതിരെ പരാതി നൽകുകയായിരുന്നു. കനത്ത മഴയിൽ തൃപ്രയാർ സെന്ററും പരിസര പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. ബസ് സ്റ്റാൻഡും ദേശീയപാതയുടെ സർവീസ് റോഡുകളും വെള്ളത്തിൽ മുങ്ങിയതോടെ ഗതാഗതം താറുമാറായി. തൃപ്രയാർ സെന്ററിൽ ദേശീയപാതയിലെ മേൽപ്പാലത്തിനടിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇതോടെ ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ദുരിതത്തിലായി. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലും വെള്ളം നിറഞ്ഞു. പ്രധാന റോഡുകളിൽ നിന്നുള്ള വെള്ളം സർവീസ് റോഡുകളിലേക്ക് എത്തിയതോടെയാണ് താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങിയത്. കാന വൃത്തിയാക്കി വെള്ളം ഒഴുക്കി വിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാലവർഷം ശക്തമായതോടെ തീരദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. വെള്ളം ഒഴുകി പോകുന്നതിനായി അറപ്പ തുറന്നു. എറിയാട്, എടവിലങ്ങ് പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള പുതിയ റോഡ് കടപ്പുറത്താണ് ഇരു പഞ്ചായത്തുകളും റവന്യൂ വകുപ്പും ചേർന്ന് അറപ്പ തുറന്നത്. പെരുന്നൂട് ഉൾപ്പെടെയുള്ള തീരപ്രദേശത്തെ ജലസ്രോതസ്സുകൾ നിറഞ്ഞൊഴുകുന്ന വെള്ളം കടലിലേക്ക് ഒഴുകി വിടുന്നതിനാണ് അറപ്പ തുറക്കുന്നത്. ദിവസങ്ങളായി പെയ്യുന്ന മഴയെ തുടർന്ന് കൊടുങ്ങല്ലൂർ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. അറപ്പത്തോട് കടലിലേക്ക് ഒഴുക്കിവിടുന്നതോടെ തീരദേശ മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുകയാണ് പതിവ്. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വൈസ് പ്രസിഡന്റ് സാറാബി ഉമ്മർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ഫണ്ടിന്റെ ഭാഗമായി ചാലക്കുടി കൂടപ്പുഴയിൽ നിന്ന് അതിമാരകമായ മയക്കുമരുന്നുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. കോഴിക്കടയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന ആസാം സ്വദേശി ജാഫർ അലിയാണ് പിടിയിലായത്. തൃശൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള റൂറൽ ഡാൻസ് ഹൗസ് സംഘവും ചാലക്കുടി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പാലപ്പള്ളിയിൽ വിനോദയാത്രാ സംഘം സ്കൂട്ടർ യാത്രികനായ മധ്യവയസ്കനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പുലിക്കണ്ടി സ്വദേശി പള്ളിയാലിൽ വീട്ടിൽ അബ്ദുൽ ഖാദറിനാണ് കുത്തേറ്റത്. കഴുത്തിലും വയറിലും കുത്തേറ്റ അബ്ദുൽ ഖാദറിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട കാറളം സ്വദേശികളായ പുഴയക്കടവിൽ ആദിത്ത്, പുഴയക്കടവിൽ രോഹിത്, പള്ളിക്കുളത്ത് രോഷൻ എന്നിവരെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 പാലപ്പള്ളി കാരിക്കുളം റോഡിലായിരുന്നു സംഭവം. കാർ റോഡിലേക്ക് കയറ്റിയിട്ട് റീൽ എടുക്കുന്നത് കണ്ട് സ്കൂട്ടറിൽ വരികയായിരുന്ന അബ്ദുൽ ഖാദർ
കാർ ഒതുക്കിയിടാൻ പറഞ്ഞതാണ് തർക്കത്തിനിടയാക്കിയത്. കാർ ഓടിച്ചിരുന്ന ആദ്യത്താണ് തർക്കത്തിനിടെ കത്തിയെടുത്ത് കുത്തിയത്. സംഭവശേഷം ചിമ്മിനി ഡാം പരിസരത്തേക്ക് പോയ കാർ യാത്രക്കാരെ തെച്ചിപ്പാറയിൽ വെച്ച് നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. സമീപത്തെ തോട്ടിൽ കൈ കഴുകിയ ശേഷം കത്തി റബ്ബർ തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞാണ് ഇവർ ചിമ്മിനി ഡാം പരിസരത്തേക്ക് പോയത്. വലിച്ചെറിഞ്ഞ കത്തി പോലീസ് കണ്ടെടുത്തു. ചാലക്കുടി ഡിവൈഎസ്പി KP ബെന്നി, വരന്തരപ്പള്ളി SHO KM മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരാതി നൽകിയിട്ടും നടപടിയില്ല. വലപ്പാട് പഞ്ചായത്തിലെ മണ്ണിട്ട് മൂടിയ തോട് നേരിട്ടെത്തി JCB ഉപയോഗിച്ച് തുറന്ന നാട്ടിക ഗ്രാമപഞ്ചായത്ത്. തൃശൂരിൽ നടക്കുന്ന കവർച്ച. ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച് 45 പവൻ സ്വർണം കവർന്നു. വയോജനങ്ങളുടെ ആഗ്രഹം പൂവണിഞ്ഞു. രാമവർമ്മപുരം വൃദ്ധസദനത്തിലേക്ക് കളക്ടറുടെ വക സ്മാർട്ട് TV. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ കൂട്ടുതിരുനാളിന് കൊടിയേറി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.